അമിത ജോലിഭാരത്തെ തുടർന്ന് യുവതി കുഴഞ്ഞു വീണു മരിച്ചു എന്ന പരാതിയുമായി കുടുംബം. പൂനെയിലെ E&Y കമ്പനിക്കെതിരെയാണ് പരാതി. കൊച്ചി കങ്ങരപ്പടി സ്വദേശി അന്ന സെബാസ്റ്റ്യൻ ആണ് മരിച്ചത്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മകൾ അതിന് തയ്യാറായില്ല എന്ന് കുടുംബം പറഞ്ഞു. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ചെയർമാന് കുടുംബം കത്തയച്ചു. ഉറങ്ങാൻ സമയം കിട്ടില്ല, ഭക്ഷണം കഴിക്കില്ല, സ്ട്രെസ്, ടെൻഷൻ ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് അവർക്ക് താങ്ങാൻ പറ്റാതെ റിസൈൻ ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി തവണ ആവശ്യപ്പെട്ടത്. അപ്പൊ അവളോ പലരോടും കൺസൾട്ട് ചെയ്തപ്പോഴും E&Yയിൽ 1 വർഷമെങ്കിലും ജോലി ചെയ്താല് അത് ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻറ്റേജ് ആണെന്നാണ് പലരും അഡ്വൈസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു അവളുടെ ഒരു ലക്ഷ്യം. ഒരു 6 മാസം പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്യല. E&Y ചെയർമാൻ പരാതി കൊടുത്തിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 10 ദിവസമായി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ കുടുംബം എന്തൊക്കെയാണ് പറയുന്നത്? ഈ കമ്പനി അധികൃതരുടെ പ്രതികരണം എന്താണ്? വേണു, കുടുംബം ഇതുവരെ ഒരു പരാതിയായി പോലീസിനെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ ഒന്നും സമീപിച്ചിട്ടില്ല. അവർ E&Y ചെയർമാനാണ് ഒരു കത്ത് നൽകിയത്. അത് അവരോട് തങ്ങളുടെ മകൾ തങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ ആ കത്ത് രൂപത്തിൽ നൽകി എന്നാണ് കുടുംബം പ്രതികരിച്ചത്. അതിൽ പ്രധാനമായും പറയുന്നത് മണിക്കൂറുകളോളം ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു, അമിത ജോലിഭാരമുണ്ട് എന്ന അന്ന തങ്ങളോട് പലതവണ പറഞ്ഞിരുന്നു. ഈ മരണം സംഭവിക്കുന്നത് ജൂലൈ 24-ാം തീയതിയാണ്. അന്ന് ഫോൺ വിളിക്കുന്ന ഘട്ടത്തിൽ, അതായത് മരണം സംഭവിക്കുന്ന 5 മിനിറ്റ് മുമ്പ് അന്ന മാതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പോലും ഈ ജോലിഭാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നാലെ ഭക്ഷണം മേടിക്കുന്നതിന് വേണ്ടി താഴേക്ക് പോയി തിരിച്ചു കയറുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. തന്റെ മകൾക്കുണ്ടായ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമിത ജോലി ഭാരം എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചാണ് E&Y ചെയർമാന് കത്ത് നൽകിയത്. കമ്പനി അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തും, അതിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും എന്നാണ് കമ്പനിയിൽ നിന്ന് ലഭിച്ച വിവരം. ഇതൊരു പോലീസിൽ ഒരു പരാതിയോ അല്ലെങ്കിൽ മറ്റ് നടപടികളുമായോ കുടുംബം മുന്നോട്ട് പോയിട്ടില്ല. മറ്റൊരു മാതാപിതാക്കൾക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നാണ് അവരുടെ ആവശ്യം. ഈ പലതവണ ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ മകളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ E&Y പോലുള്ള ഒരു സ്ഥാപനത്തിൽ 1 വർഷം തികച്ചാൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലി കിട്ടുന്നത് എളുപ്പമായിരിക്കും എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു അന്ന ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ജോലി തുടരാൻ തീരുമാനിച്ചത്. അന്നയുടെ സുഹൃത്തുക്കളോടും ഈ ജോലി ഭാരത്തെക്കുറിച്ച് അന്ന പറഞ്ഞിരുന്നു. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇനി കമ്പനി അധികൃതർ ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുമോ, പോലീസ് ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.